വചനം 3. വാക്കർത്ഥം. വമിനന്നാസി മനുഷ്യരിലുണ്ട്, മൻ ചിലർ, യുജാദിലു അവൻ തർക്കിക്കും, ഫില്ലാഹി അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, ബിഗൈരി ഇൽമിൻ യാതൊരു അറിവും കൂടാതെ, വയത്തബിഉ പിൻപറ്റുകയും ചെയ്യും, കുല്ല ശൈത്വാനിൻ എല്ലാ പിശാച്ചിനെയും, മരീദ് ധിക്കാരശീലനായ. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّبِعُ كُلَّ شَيْطَانٍ مَرِيدٍ. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരശീലനായ എല്ലാത്തരം പിശാച്ചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരിലുണ്ട്. വചനം 4. വാക്കർത്ഥം. കുത്തിബ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അലൈഹി അവനെപ്പറ്റി, അവൻ്റെ പേരിൽ, അന്നഹു അവനാണെന്ന്, മൻ തവല്ലാഹു അവനെ ആർ കാര്യകർത്താവാക്കിയോ, ഫഅന്നഹു യുദില്ലുഹു എന്നാൽ അവൻ അവനെ വഴിപിഴപ്പിക്കുന്നതാണെന്ന്, വയഹ്ദീഹി അവനെ നയിക്കുകയും ചെയ്യും, അവന് വഴി കാണിക്കുകയും ചെയ്യും, ഇലാ അദാബി ശിക്ഷയിലേക്ക്, അസ്സഈർ ജ്വലിക്കുന്ന നരകത്തിൻ്റെ. كُتِبَ عَلَيْهِ أَنَّهُ مَن تَوَلَّاهُ فَأَنَّهُ يُضِلُّهُ وَيَهْدِيهِ إِلَى عَذَابِ السَّعِيرِ. തന്നെ ആർ കാര്യകർത്താവാക്കിയോ അവനെ വഴിപിഴപ്പിക്കുകയും ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണെന്ന് അവനെ അഥവാ പിശാച്ചിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിൽ മാറ്റം വരികയില്ല. 3-4 വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ ശക്തിമാഹാത്മ്യങ്ങളെ കുറിക്കുന്ന മഹൽ ഗുണങ്ങൾ, അവൻ്റെ മതകാര്യങ്ങൾ ആദിയായവയെല്ലാം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടുന്നു. സത്യവിശ്വാസം, സദാചാരം, ധാർമ്മികബോധം മുതലായവയിൽ നിന്ന് മനുഷ്യരെ അകറ്റി നിർത്തുവാൻ പരിശ്രമം നടത്തുക, നിർമ്മത നിരീശ്വര സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുക, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിർത്തുവാൻ യത്നിക്കുക, ശരിയായ അറിവോ ലക്ഷ്യമോ ന്യായമോ കൂടാതെയുള്ള തർക്കങ്ങൾ നടത്തുക, സത്യത്തിലും ലക്ഷ്യത്തിലും സംശയം ജനിപ്പിക്കുന്ന വിമർശനങ്ങൾ നടത്തുക എന്നിങ്ങനെയുള്ള ദുസ്സമ്പ്രദായക്കാരായ ഏതുതരം പിശാചുക്കളെയും, അവർ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാകട്ടെ ജിന്നുവർഗത്തിൽപ്പെട്ടവരാകട്ടെ, പിന്തുടരുന്നവരെ ഈ വചനം ശക്തിയായി താക്കീത് ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഇത്തരക്കാരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നതും ഇഹലോകത്ത് ദുർമാർഗത്തെയും പരലോകത്ത് നരകശിക്ഷയെയും മാത്രമാണ് പ്രദാനം ചെയ്യുക എന്നും അത് ചൂണ്ടിക്കാട്ടുന്നു. 8-ാം വചനത്തിൽ കൂടുതൽ വിവരം കാണാം. സത്യവും ലക്ഷ്യവും മറച്ചുകൊണ്ടോ അവയെ ചോദ്യം ചെയ്തുകൊണ്ടോ തർക്കത്തിനും വിമർശനത്തിനും മിനക്കെടുന്നവർ ധിക്കാരശീലന്മാരായ പിശാചുക്കൾ അഥവാ ശൈത്വാനിൻ മരീദ് തന്നെ. ലക്ഷ്യവും യാഥാർത്ഥ്യവും അറിയുവാൻ ശ്രമിക്കാതെ അതിനു വഴങ്ങുന്നവർ അവരെ പിൻപറ്റി നടക്കുന്ന അനുയായികളുമാകുന്നു. സത്യം വെളിപ്പെടുവാൻ വേണ്ടി ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്വാദം നടത്തുന്നതിന് വിരോധമില്ലെന്നു മാത്രമല്ല, അത് ആവശ്യവും കൂടിയായിരിക്കും. സത്യം വെളിപ്പെട്ടാൽ ഉടനെ അത് സ്വീകരിക്കുകയും ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുവാൻ മാർഗം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് നല്ല തർക്കത്തിൻ്റെ ലക്ഷണമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്ത ഒരു ഹദീസ് ഇവിടെ ശ്രദ്ധേയമാകുന്നു. മാ ളല്ല ഖൗമുൻ ബഅദ ഹുദാ കാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ. അഹ്മദ് വബ്നു മാജ വത്തിർമിദി. ഏതൊരു ജനതയും നേർമാർഗത്തിലായിരുന്നതിന് ശേഷം അവരിൽ തർക്കം നൽകപ്പെട്ടിട്ടല്ലാതെ വഴിപിഴക്കാറില്ല എന്നു സാരം.